മലമ്പുഴ കാഞ്ഞിരക്കടവിൽ വീട്ടുമുറ്റത്തെത്തിയത് പുലിയാണോ എന്ന് വനം വകുപ്പ് അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല. പുലിയല്ല, കാട്ടുപൂച്ചയാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് വനം വകുപ്പിന്റെ വാദം. CCTVയിലൊക്കെ അങ്ങനെയാണ് കാണുന്നതെന്ന്. അതുകൊണ്ട് തന്നെ 2 തവണ പുലിയെത്തിയ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി പുലി ക്യാമറയുടെ മുന്നിൽ വന്ന് മിഥുനത്തിൽ ഇന്നസെന്റ് നിന്നതുപോലെ നിന്ന് കൊടുക്കണമായിരിക്കും. ഒപ്പം വിരലടയാളവും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് പുലിയാണെന്ന് വനം വകുപ്പ് അംഗീകരിക്കുകയുള്ളെന്ന്. എന്തായാലും ഇന്നലെ തന്നെ വനം വകുപ്പ് അധികൃതർ എത്തി ക്യാമറ സ്ഥാപിച്ചു മടങ്ങി. പുലി എത്തിയോ എന്ന് പുലി തന്നെ മിക്കവാറും വനം വകുപ്പ് ഓഫീസിൽ അറിയിക്കുമായിരിക്കും. അതുകൊണ്ടാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും പരിശോധിക്കാൻ വേണ്ടി എത്താഞ്ഞത്. 4 അടിയിലധികം ഉയരമുള്ള കമ്പിവേലയാണ് പുലി ചാടിക്കിടന്നത്. ഇനി ക്യാമറ വെക്കുന്നതിന് പകരം കോഡ് വെച്ചാൽ പുലിക്ക് പകരം പൂച്ച കുടുങ്ങിയാലും അത് വനം വകുപ്പിന് ക്രെഡിറ്റ് ആകില്ലേ? അല്ലെങ്കിൽ പിന്നെ പൂച്ചയെ തല്ലിക്കൊന്നാൽ വകുപ്പും പറഞ്ഞ് വരാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും വീട്ടിലെ കോഴിയുടെ എണ്ണം 2 എണ്ണം കുറഞ്ഞു. അത് മാത്രമാണ് മിച്ചം.